ഹായ് ഫ്രണ്ട്സ്, ഒരു ബുൾ മാർക്കറ്റ് എപ്പോഴും IPOകളുടെ ഒരു ചാകരയായിരിക്കും. കാരണം 2024 IPOൻ്റെ ഒരു ഡാറ്റ പരിശോധിച്ചാൽ ഓഗസ്റ്റ് 6 വരെ ലിസ്റ്റ് ചെയ്തതും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതുമായ ഏകദേശം 196 IPOകൾ മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ 46 IPOകൾ മാത്രമാണ് മെയിൻ ബോർഡ് IPO, അതായത് റെഗുലർ IPO. ബാക്കിയുള്ളത് SME ആണ്. SME ഉദ്ദേശിക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, അവരുടെ IPO ആണ്. അത് ഏകദേശം 150ഓളം ഉണ്ട്. ഈ മെയിൻ ബോർഡ് IPOയും ഈ SME IPOയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ബോർഡ് IPO എന്ന് പറയുന്നത് അതിൻ്റെ ഇഷ്യൂ സൈസ് വളരെ വലുതായിരിക്കും. SMEയുടെ IPO വളരെ ചെറിയ ഇഷ്യൂ സൈസ് ആയിരിക്കും. പ്രത്യേകിച്ച് അത് ചെറിയ കമ്പനികൾ ആദ്യമായിട്ട് അവർ മാർക്കറ്റിലേക്ക് വരുന്ന അവർക്ക് 1 കോടി മുതൽ 25 കോടി വരെ മാത്രമേ അവരുടെ ഇഷ്യൂ സൈസ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഒരു റെഗുലർ IPOൻ്റെ കാര്യമാണെങ്കിൽ 10 കോടിക്ക് മുകളിൽ അത് എത്രയോ ആകാം. അപ്പോൾ ഈ വർഷം 2024 മുതൽ ഓഗസ്റ്റ് ആദ്യ വാരം വരെ ഇറങ്ങിയ മെയിൻ ബോർഡ് IPOകളിൽ 9 എണ്ണം മാത്രമാണ് ഫ്ലോപ്പായത്. ഇൻ ദ സെൻസ് ലിസ്റ്റിംഗ് ഗെയിൻ നേടാതിരുന്നത് 9 IPOകൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് 80% IPOകളും ലിസ്റ്റിംഗ് ഗെയിൻ നേടിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം, IPOകളിൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ടാണ്. ലിസ്റ്റ് ചെയ്യുന്ന ദിവസം ഉണ്ടാകുന്ന ആ ഒരു വലിയ മൂവ്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സിൻ്റെയും ലക്ഷ്യം. അല്ലാതെ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നവർ വളരെ കുറച്ചായിരിക്കും. എന്നാൽ മറ്റൊരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 9 IPOകൾ ഫെയിലായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 9 IPOകൾ പക്ഷെ പിന്നീട് അതിൽ 6 IPOകൾ ആ സ്റ്റോക്കുകൾ പിന്നീട് IPO പ്രൈസിനേക്കാൾ മുകളിൽ വന്ന് ഇൻവെസ്റ്റേഴ്സിന് ലാഭം നൽകിയിട്ടുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മൊത്തം IPOകളിൽ ആകെ 3 എണ്ണം മാത്രമേ ഫെയിലായിട്ടുള്ളൂ. അതായത് 7% മാത്രമാണ് ഫെയിൽ. അതിൻ്റെ അർത്ഥം 90%-ലധികം IPOകളും സക്സസ് ആയിട്ടാണ് 2024 ജനുവരി മുതൽ ഈ ഓഗസ്റ്റ് ആദ്യവാരം വരെയുള്ള ഡാറ്റകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായ ഒരു IPO ആയിട്ടുള്ള ഓല ഇലക്ട്രിക് കമ്പനിയുടെ IPO നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു IPOയുടെ വിജയവും പരാജയവും ചില ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് തന്നെയാണ്. കാരണം അതിൻ്റെ ബിസിനസ് മോഡൽ, അതിനുള്ള മാർക്കറ്റ് ഷെയർ, ആ ബിസിനസ് സെഗ്മെൻറ്റ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണോ, അതേപോലെ കമ്പനിയുടെ ഇതുവരെയുള്ള ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് ആണ് ഇൻവെസ്റ്റേഴ്സ് പലപ്പോഴും IPOന് അപ്ലൈ ചെയ്യുന്നത്. അതുകൂടാതെ കമ്പനിയുടെ മാനേജ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ മാനേജ്മെൻറ്റ് ഹൈലി ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണോ, അവരുടെ ഇടപാടുകളൊക്കെ വളരെ ക്രെഡിബിൾ ആണോ, സ്കാം അതുപോലെ ഫ്രോഡ് ആക്ടിവിറ്റികൾ ഉൾപ്പെട്ട മാനേജ്മെൻ്റ് ആണ്, ഇത്തരം കാര്യങ്ങൾ കൂടി ഇൻവെസ്റ്റേഴ്സ് പരിശോധിക്കാറുണ്ട്. കൂടാതെ IPOയുടെ ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ മാർക്കറ്റ് വളരെയധികം ക്രാഷ് സംഭവിച്ച ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് IPOനോട് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് വിമുഖത കാണിച്ചേക്കാം. എന്നാൽ ഒരു ഹൈലി ബുള്ളായിട്ടുള്ള ഒരു മാർക്കറ്റാണെങ്കിൽ, വൻതോതിലുള്ള മുന്നേറ്റം നടക്കുന്ന ഒരു സമയത്താണെങ്കിൽ IPOകൾക്കും നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് IPO ഇറക്കുന്ന ടൈമിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കമ്പനികൾക്ക് അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാരണം അവർ ഇറക്കുന്ന സമയത്തായിട്ട് മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്താണ് ഇറക്കിയതെങ്കിൽ IPO വൻ പരാജയമാകാറുണ്ട്. പക്ഷെ പിന്നീട് റിക്കവർ ചെയ്യാറുമുണ്ട്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ IPO പ്രൈസ്. അത് അതിൻ്റെ വാല്യുവേഷനെ ന്യായീകരിക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കണം. ഹൈ പ്രൈസ്ഡ് IPO ഫെയിൽ ആവാറുണ്ട്. ഇപ്പോൾ പേടിഎമ്മിൻ്റെ IPO ഇതേപോലെ വളരെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. ഇതേപോലെ പല IPOകളും നമുക്ക് അങ്ങനെ കാണാറുണ്ട്. ഇതേപോലെ ഈ IPO ഇറക്കുമ്പോഴുമായി ബന്ധപ്പെട്ട പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ലോട്ട് സൈസ്, അതുപോലെ അവർ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇത്തരം ഫണ്ട് റൈസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് ഓല ഇലക്ട്രിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, IPO ഡേറ്റ് ഇന്ന് മുതൽ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 6 വരെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫേസ് വാല്യൂ 10 രൂപയുള്ള ഷെയറുകളാണ്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 72 മുതൽ 76 രൂപ വരെയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് 72, 73, 74 അങ്ങനെ 72 മുതൽ 76 ഇടയ്ക്കുള്ള ഒരു പ്രൈസിലായിരിക്കും നമുക്കത് അലോട്ട് ചെയ്യപ്പെടുക. ഇത് ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 6-നാണ്. അപ്പോൾ 7-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ ആ സമയത്ത് അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് 8 മുതൽ അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും ആ പണം. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലോട്ട് സൈസ് എന്ന് പറയുന്നത്, ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ 195 ഷെയറുകളുടെ ഒരു ലോട്ടായിരിക്കും അത്. അതിന് ഏകദേശം 14,820 രൂപയാണ് വരിക. അപ്പോൾ ഒരു റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 13 ലോട്ടുകളാണ് എടുക്കാൻ പറ്റുക. അതായത് 2535 ഷെയറുകൾ.
അതിൻ്റെ മൊത്തം ചിലവ് വരുന്നത് 1,92,660 രൂപയാണ്. എന്നാൽ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ അലോട്ട്മെൻറ്റ് ലഭിക്കും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ശരാശരി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 13 ലോട്ടുകൾ മാത്രമേ മാക്സിമം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ടോട്ടൽ ഇഷ്യൂ സൈസ് നോക്കുകയാണെങ്കിൽ 6,145 കോടിയുടെ ഒരു ഇഷ്യൂ സൈസാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് 6,145 കോടിയാണ് ഇവർ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഷെയർ വിൽപ്പനയിലൂടെ. അപ്പോൾ ഈ ഒരു 6,145 കോടിയിൽ ഏകദേശം 5,500 കോടിയാണ് ഫ്രഷ് ഇഷ്യൂ. അതായത് കമ്പനി പുതുതായിട്ട് ഇറക്കുന്ന ഷെയറുകൾ 5,500 കോടിയുടേതാണ്. ഇത് കൂടാതെ നിലവിലുള്ള ഷെയർ ഹോൾഡർ ഓഫർ ഫോർ സെയിലിന് വെച്ചിട്ടുള്ള 645 കോടിയും കൂടി ഇതിൽ വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 6,145 കോടിയുടെ ഷെയർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓല ഇലക്ട്രിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ആക്ച്വലി ANI ടെക്നോളജീസ് എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റ് കമ്പനിയുടെ സബ്സിഡറിയാണ്. നമുക്കറിയാം ഓല ക്യാബ്സ് ടാക്സി സർവീസുകൾ നമുക്ക് ഫേമസ് ആണ്, സിറ്റികളിൽ നമ്മൾ പ്രധാനമായിട്ട് കാണാറുള്ളതാണ്. ANI ടെക്നോളജീസ് ആണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണർ. ഇപ്പോൾ 2017 ഇവർ നാഗ്പൂരിൽ ഓല ക്യാബ് മുഴുവൻ ഫ്യൂവൽ എമിഷൻ ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആക്കാനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓല ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി രൂപം കൊടുക്കുകയും ഒലയുടെ ഫൗണ്ടറായിട്ടുള്ള ഭവിഷ് അഗർവാൾ 92% സ്റ്റേക്ക് ANIയിൽ നിന്ന് സ്വന്തമാക്കുകയും അങ്ങനെ ഓല ഇലക്ട്രിക് എന്നൊരു കമ്പനി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഓല ക്യാബ്സ് അല്ലെങ്കിൽ ടാക്സി സർവീസും ഈ ഓല ഇലക്ട്രിക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും ഇൻഡിപെൻഡൻറ്റ് കമ്പനികളാണ്. ഓല ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നത് കൊണ്ട് 7.5% സ്റ്റേക്ക് ഈ ANI ടെക്നോളജീസിന് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2019 ഈ കമ്പനിയിലേക്ക് ടൈഗർ ഗ്ലോബൽ, അതുപോലെ മെട്രിക്സ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇതിലേക്ക് വരികയും അതേപോലെ രത്തൻ ടാറ്റ പോലെയുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഓല ഇലക്ട്രിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. 2020 കമ്പനി ആംസ്റ്റർഡാം ബേസ്ഡ് ആയിട്ടുള്ള എറ്റർഗോ എന്ന ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയും അങ്ങനെ 2021 ആകുമ്പോഴേക്കും EV സ്കൂട്ടറുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പ്ലാന്റ് ഇവർ തമിഴ്നാട്ടിൽ കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മാർക്കറ്റ് ലഭ്യമായി തുടങ്ങി. 2022 ഭവിഷ് അഗർവാൾ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് നടത്തി. അതായത് ബാറ്ററി ഇന്നോവേഷൻ സെൻറ്റർ ഇവർ ബാംഗ്ലൂരിൽ ഒരു R&D ഫെസിലിറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി സ്വയം നിർമ്മിക്കുവാനുള്ള അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവർ ബാംഗ്ലൂർ സ്ഥാപിച്ചത്. ഇതുകൂടാതെ ഇവർ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഗിഗാ ഫാക്ടറി അത് തമിഴ്നാട്ടിൽ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ മൊത്തം ഈ ഒരു വലിയ ഫാക്ടറികളും ബാറ്ററി സെറ്റപ്പും ഒക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ തോതിൽ ഇവർ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 31 മാർച്ച് വരെയുള്ള ഇവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിച്ചാൽ 2,300 കോടിയോളം ഇവർക്ക് കടമുണ്ട്. ഇവരുടെ റിസർവ്സ് ആണെങ്കിൽ മൈനസാണ്. അതുകൂടാതെ കമ്പനി ഇതുവരെ ലാഭത്തിലേക്ക് വന്നിട്ടില്ല. ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനിയാണ് ഇതുവരെ. അപ്പോൾ കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഇനിയും വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു IPOയുമായിട്ട് കമ്പനി വരാനുള്ള കാരണം ഇവരുടെ ഈ ഒരു സാമ്പത്തിക ബാധ്യത കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിൽ അത് അവർ പറയുന്നുണ്ട്. സെൽ മാനുഫാക്ചറിങ് പ്ലാന്റ് 5 ഗിഗാവാട്ടിൽ നിന്ന് 6.4 ഗിഗാവാട്ടിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുക എന്നാണ് IPO ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇതുകൂടാതെ ഇവരുടെ റീപേയ്മെൻറ്റും പ്രീപേയ്മെൻറ്റും പ്രത്യേകിച്ച് ഇവരെടുത്തിട്ടുള്ള കടം ഇവരുടെ ആ ഒരു കടബാധ്യതകൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടും ഈ പണം ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് സെൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലിത്യം അയൺ ബാറ്ററിയുമായി ബന്ധപ്പെട്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഈ പണം ചെലവാക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ നോർമലായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് റൈസ് ചെയ്യുന്നത് എന്നാണ് IPO ഇഷ്യൂ ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഈ കമ്പനിയിൽ കുറേ റിസ്ക് ഫാക്ടർ ഉണ്ട്. പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഇവർ EV സെഗ്മെൻറ്റിൽ ഇവർ നേരിടുന്ന വെല്ലുവിളികളാണ്. പ്രധാനമായിട്ടും ബിഗ് പ്ലെയേഴ്സൊക്കെ ഉള്ള ഒരു ഏരിയ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിഗ് പ്ലെയേഴ്സ് ഉള്ള ഒരു ഏരിയയിലാണ് ഓല അവരുടെ സ്കൂട്ടറുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു കോമ്പറ്റീഷൻ ഇവർ നേരിടേണ്ടതുണ്ട്. കൂടാതെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ചാർജിങ് സ്റ്റേഷൻസ്, സർവീസ് സെൻറ്റേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ഫേസിൽ ഇവർ നടത്തേണ്ടതുണ്ട്. അതെല്ലാം എത്രമാത്രം ഇവർക്ക് സാധ്യമാകുമോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ വിജയം. കൂടാതെ ഇതിൻ്റെ റോ മെറ്റീരിയൽ പ്രധാനമായിട്ടും ഇവരുടെ ഈ ബാറ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള റോ മെറ്റീരിയൽ ലിത്യം അയണൊക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ്. നമുക്കറിയാം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അത്ര സുഖകരമല്ല. ഏത് സമയവും
ആ ബാനൊക്കെ നേരിടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ സപ്ലൈക്ക് എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ അത് ഈ ഒലയുടെ പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇതിലുള്ള റിസ്ക് ഫാക്ടറുകൾ. ഏതായാലും ഇവിടെ ഈ പരാമർശിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രം തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. സോ ഇതൊരു IPO അപ്ലൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുള്ള റെക്കമെൻഡേഷനോ അല്ല. Take your own decision. Thank you for watching. See you next time with another video.